എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ 5ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. 2ാമത്തെ അധ്യായത്തിലെ ഫ്രാക്ഷൻസ് എന്ന അധ്യായത്തിലെ 5ാമത്തെ വീഡിയോ. 1/5 ഓഫ് 2/3, 2/3 ഭാഗം, 2/3 5/1 ഭാഗം, 1/5 ഓഫ് 2/3. അത് നമ്മൾ എങ്ങനെ എന്താണെന്ന് റെക്റ്റാങ്കിൾ വരച്ചൊക്കെ നോക്കാം. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ കണ്ട ഒരു റെക്റ്റാങ്കിൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുക ഇത് 1/3 ആണ്, ഇത് 1/3 ആണ്, ഇത് 1/3 ആണ്. അപ്പോൾ അതിന് 2/3 2 പാർട്ട് എടുത്ത് കഴിയുമ്പോൾ 2/3 വരും. ഇത്രയും 2/3 പാർട്ടാണ്. അപ്പോൾ ഈ 2/3 പാർട്ടിന് എന്ത് ചെയ്യണം? അതിന്റെ 1/5 പാർട്ടാണ്. 1/5 ഓഫ് 2/3. 2/3 അതായത് ആകെ ഒരു സാധനത്തിന്റെ 1/3 പാർട്ടിന്റെ 2/3 പാർട്ടിന്റെ 1/5 പാർട്ട്. അപ്പോൾ ആ 2/3 പാർട്ടിനെ 5 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിലൊരു പാർട്ടാണ്. അതായത് 1/5 ഓഫ് 2/3 എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ടാണ്. അത് നമുക്ക് ടോട്ടലിന്റെ എത്ര പാർട്ടായിട്ട് വരും നോക്കാം. അല്ല 15 എണ്ണം ഉണ്ട്. 3 ഇങ്ങനെയുണ്ട്, 5 ഇങ്ങനെയുണ്ട്. അപ്പൊ 15 എണ്ണത്തില് എത്ര എണ്ണം വന്നു നോക്കി? 2 എണ്ണം. അപ്പൊ 15ൽ 2 ആണ് 1/5 ഓഫ് 2/3 എന്ന് പറയുന്നത് ഇത്രയും പാർട്ടാണ്. ഇത്രയും പാർട്ട് എന്ന് പറഞ്ഞാൽ 2/15 ഓഫ് ദി ടോട്ടലാണ്. അപ്പൊ 1/5 ഓഫ് 2/3 എന്ന് പറയുന്നത് 1/5 ഇൻറ്റു 2/3 ആണ്. അതായത് 1 ഇൻറ്റു 2/5 ഇൻറ്റു 3 അത് 2/15. അപ്പോൾ 2/15 ഇത്രയും പാർട്ട് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ 1/5 ഓഫ് 2/3 എന്ന് പറഞ്ഞാൽ 1/5 ഇൻറ്റു 2/3 അത് ഈ ആകെ റെക്റ്റാങ്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും പാർട്ടാണ്. അത് ആകെ റെക്റ്റാങ്കിളിന്റെ 2/15 പാർട്ടാണ്. അപ്പോൾ 1 ഇൻറ്റു 2/5 ഇൻറ്റു 3യും 2/15 ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ 2/15. വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. 4/5 ഓഫ് 2/3. 4/5 ഓഫ് 2/3 എന്ന് പറയുമ്പോൾ 4/5 ഇൻറ്റു 2/3 ആണ്. അപ്പോൾ 2 ഒരു സാധനത്തിന്റെ അതായത് ഒരു റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 2/3യുടെ 4/5 പാർട്ട്. അപ്പൊ 2/3 എടുത്ത് നോക്കാം. 2/3 എന്ന് പറയുമ്പോൾ ആകെ 3 ഈക്വൽ പാർട്ടാക്കി 1 2 3 1/3 ആയി. 2/3 ഇത്രയും വരും. അപ്പൊ 2/3യുടെ 4/5 പാർട്ട്. അപ്പൊ ഈ 5 ഈക്വൽ പാർട്ട് ആക്കണം 2/3. 5 ഈക്വൽ പാർട്ട് ആക്കി കേട്ടോ. ഇത് 1/5 പാർട്ട്, ഈ 2/3യുടെ 1/5 അങ്ങനെ വരുമ്പോൾ 4/5 പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 4 പാർട്ട് ഇടണം. 5ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ 4 പാർട്ട്. അപ്പൊ 4/5 ഇൻറ്റു 2/3 ഇത്രയും പാർട്ടാണ്. അപ്പൊ ഒന്ന് നോക്കിയാൽ കേട്ടോ, ഈ യെല്ലോ പാർട്ട് 4/5 ഇൻറ്റു 2/3 എന്ന് പറയുന്നത് ഇത്രയും പാർട്ടാണ്. ഇത് ആകെ ഉള്ളതിന്റെ എത്രയാണെന്ന് നോക്കാം. ആകെ ഉള്ളതിന്റെ എത്ര പാർട്ട് വന്നു നോക്കിയേ. 3 ഇങ്ങനെ 5 ഇങ്ങനെ 3 15 ഭാഗത്തില് എത്ര എണ്ണം വന്നിട്ടുണ്ട്? 8 എണ്ണം വന്നിട്ടുണ്ട്. അപ്പൊ 15ൽ 8 ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോ 15ൽ 8 എന്ന് പറയുന്നത് ആകെയുള്ളത് അതായത് 4/5 ഇൻറ്റു 2/3. അപ്പോൾ 4 ഇൻറ്റു 2/5 ഇൻറ്റു 3 അതായത് 8/15. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടെത്താം. 8/15 ആ രൂപത്തിൽ കണ്ടെത്താം. അപ്പോൾ ഇത് മൊത്തം റെക്റ്റാങ്കിളിന്റെ 15ൽ 8 ഭാഗമാണ്. 8/15 ഓഫ് ദി ടോട്ടൽ റെക്റ്റാങ്കിൾ. ബാക്കി കുറച്ച് എക്സാമ്പിൾ കൂടി നോക്കാം. നൗ ട്രൈ ദിസ്. ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. 2/3 ഇൻറ്റു 1/7 നമുക്ക് റെക്റ്റാങ്കിളിന്റെ സഹായം ഇല്ലാതെ ചെയ്യാലോ. അപ്പോ 2 ഇൻറ്റു 1 ഇവിടെ ചെയ്ത് അങ്ങനെയല്ലേ. 4 ഇൻറ്റു 2 അതുപോലെ 2 ഇൻറ്റു 1/3 ഇൻറ്റു 7. 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2, 3 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 21. അപ്പോൾ 2/3 ഇൻറ്റു 1/7 എന്ന് പറഞ്ഞാൽ 2/21 ആണ്. അടുത്ത് 5/6 ഇൻറ്റു 7/8. അപ്പോൾ അവിടെ ചെയ്ത പോലെ റെക്റ്റാങ്കിൾ ഇല്ലാതെ നമുക്ക് ചെയ്യാം. 5 ഇൻറ്റു 7/6 ഇൻറ്റു 8. അപ്പോൾ 5 ഇൻറ്റു 7 35, 6 ഇൻറ്റു 8 48. അപ്പോൾ 35/48 ആണ് 5/6 ഇൻറ്റു 7/8. അടുത്ത ചെയ്ത് നോക്കാം. 1/4 ഇൻറ്റു 5/7. അപ്പോൾ 1 ഇൻറ്റു 5 4 ഇൻറ്റു 7 28. അപ്പോൾ 1 ഇൻറ്റു 5/4 ഇൻറ്റു 7. അതായത് ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അപ്പോൾ 5/28. രണ്ടെണ്ണം നോക്കാം. 2/5 ഇൻറ്റു 3/4. 2 ഇൻറ്റു 3 6, 5 ഇൻറ്റു 4 20. അപ്പോൾ 6/20. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിന്റെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ. അതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ റെക്റ്റാങ്കിൾ ഉപയോഗിച്ചുള്ള
പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് കുറച്ച് എക്സാമ്പിളോട് നോക്കാം. റോപ്പ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. എ റോപ്പ് 2 meter long is cut into 5 equal pieces. What is the length of 3/4 of one of the pieces in meters? Also give the answer in centimeter. അപ്പോൾ അതാണ് ഒരു റോപ്പ് 2 മീറ്റർ നീളമാണ്. ആ 2 മീറ്റർ നീളമുള്ള റോപ്പിനെ 5 ഈക്വൽ പീസസ് ആക്കുന്നു. 5 ഈക്വൽ പീസസ് ആക്കുമ്പോൾ എന്തോരം? ആകെയുള്ള 2നെ 5 ആയിട്ട് മുറിക്കുക. അപ്പോൾ 2/5 ആയിരിക്കും ഒരു പീസിന്റെ നീളം. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് 3/4 ഓഫ് വൺ ഓഫ് ദി പീസസ്? അപ്പോൾ ലെങ്ത് ഓഫ് വൺ പീസ് 2/5 മീറ്റർ. ആകെ 2 മീറ്റർ ആണ്, അതിന് 5 ഈക്വൽ പാർട്ട് ആക്കുന്നു. അപ്പോൾ ഒരു പാർട്ടിന്റെ നീളം 2/5. അത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് 3/4 ഓഫ് വൺ ഓഫ് ദി പീസ്? ആ കട്ട് ചെയ്തെടുത്ത ആ 1 പീസിന്റെ 3/4 എന്ന് പറഞ്ഞാൽ 3/4. അപ്പൊ 3/4 ഓഫ് 2/5 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3/4 ഓഫ് 1 പീസ് എന്ന് പറഞ്ഞാൽ 3/4 ഓഫ് 2/5. അപ്പൊ 3/4 ഇൻറ്റു 2/5. അപ്പൊ 3 ഇൻറ്റു 2 4 ഇൻറ്റു 5. 3 ഇൻറ്റു 2 6, 4 ഇൻറ്റു 5 20. അപ്പൊ 6/20. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. 3/10 എഴുതാം. അപ്പൊ 3/10 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? 3/4 ഓഫ് 1 പീസ് എന്ന് പറയുന്നത്. അപ്പോൾ 3/4 ഓഫ് അല്ലെങ്കിൽ 3/4 ഓഫ് 2/5 മീറ്റർ എന്ന് പറഞ്ഞാൽ 3/10 മീറ്റർ ആണ്. അത് സെന്റിമീറ്റർ ആക്കണം. സെന്റിമീറ്ററിൽ ആൻസർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 3/10 മീറ്റർ എന്ന് പറഞ്ഞാൽ 3/10 ഇൻറ്റു 100, അതായത് 300/10, അതായത് 30 സെന്റിമീറ്റർ. 3/10 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 100 300. 300/10 എന്ന് പറഞ്ഞാൽ 30 സെന്റിമീറ്റർ ആണ് ഒരു പീസിന്റെ ലെങ്ത്. അപ്പോൾ സെന്റിമീറ്ററിൽ 30 സെന്റിമീറ്റർ, മീറ്ററിൽ 3/10 മീറ്റർ. മറ്റൊരു പ്രോബ്ലം നോക്കാം. 4 bottles of the same size are filled with 3 liters of water. One of this is used to fill 5 cups of the same size. Water in 1 cup in liter, how much? And the water in 1 cup is how many milliliter? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4 ബോട്ടിലാണുള്ളത്. 4 ബോട്ടിൽ ഒരേ സൈസിലുള്ള 4 ബോട്ടിൽ അതിൽ 3 ലിറ്റർ വെള്ളം കൊണ്ട് നിറയ്ക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ 3 ലിറ്റർ വെള്ളം ഈ 4 ബോട്ടിലും കൂടി ഒഴിച്ചു കഴിയുമ്പോൾ ബോട്ടിൽ നിറയും. ഇനി എന്ത് ചെയ്യണു? ഇതിൽ ഒരു ബോട്ടിൽ എടുത്തിട്ട് 5 കപ്പിൽ ഫുൾ ആയിട്ട് നിറയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കപ്പിൽ എത്ര ലിറ്റർ വെള്ളമുണ്ട്, എത്ര മില്ലി ലിറ്റർ വെള്ളമുണ്ട്? അതാണ് ചോദ്യം. രണ്ട് യൂണിറ്റിലും ആൻസർ കൊടുക്കണം. അപ്പോൾ നോക്കാം. ഒരു ബോട്ടിലിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടാവും? 4 ബോട്ടിലാണ്, 3 ലിറ്റർ ആണ്. അപ്പോൾ ഒരു ബോട്ടിലിൽ 3/4 ലിറ്റർ, അതായത് 4 ബോട്ടിലുകളിലായിട്ട് 3 ലിറ്റർ വെള്ളമാണ് നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബോട്ടിലുള്ള വെള്ളത്തിന്റെ അളവ് 3/4 ലിറ്റർ. ഇനി എന്ത് ചെയ്യണോ? ഈ 3/4 ലിറ്റർ ഒരു ബോട്ടിലെ വെള്ളം എടുത്ത് 5 കപ്പിൽ നിറയ്ക്കുകയാണ്. അപ്പോൾ ഒരു കപ്പിൽ എത്ര വരും? ഇൻ 1 കപ്പ് എത്ര വരും? 1/5 ഓഫ് 3/4 ലിറ്റർ. അതായത് ഈ 3/4 ലിറ്റർ വെള്ളം 5 കപ്പിലായിട്ട് നിറച്ചിരിക്കുകയാണ്. ഒരു കപ്പില് 1/5 ഭാഗം, അതായത് 3/4 ലിറ്ററിന്റെ 1/5 ഭാഗം, 1/5 ഓഫ് 3/4. അപ്പോൾ 1/5 ഓഫ് 3/4 എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുമ്പ് പോലെ 1 × 3/5 × 4, അതായത് 3/20 ലിറ്റർ. അപ്പോൾ 20/3 ലിറ്റർ ആണ് ഒരു കപ്പിലുള്ളത്. അത് എത്ര മില്ലി ലിറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ. അപ്പോൾ 3/20 ഇൻറ്റു 1000 മില്ലി ലിറ്റർ, അത് 3000/20, അതായത് 150 മില്ലി ലിറ്റർ ആണ് ഒരു കപ്പിൽ കൊള്ളുന്ന വെള്ളം. ക്ലിയർ ആയല്ലോ? ഒരു ചോദ്യം കൂടി ഉണ്ട്, നമുക്ക് നോക്കാം. വാട്ടർ മെലോൺ weighing 4 kilogram is cut into 5 equal pieces. One piece is again halved. Weight of this in kilogram and in gram അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 4 കിലോഗ്രാം തൂക്കമുള്ള ഒരു വാട്ടർ മെലോൺ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? 5 ഈക്വൽ പീസസ് ആയിട്ട് മുറിക്കുന്നു. അപ്പോൾ ഒരു പീസിന്റെ വെയിറ്റ് എന്തായിരിക്കും? 5 ഈക്വൽ പീസ് ആക്കുമ്പോൾ ഒരു പീസിന് 4 കിലോഗ്രാം ആണുള്ളത്. അപ്പോൾ 4/5. അപ്പോൾ 4/5 കിലോഗ്രാം ആണ് ഒരു പീസിന്റെ വെയിറ്റ്. അതിനെ വീണ്ടും ഹാഫ് 2 ആക്കും. അപ്പോൾ 2/1 ഇൻറ്റു 4/5 1/2 ഓഫ് 4/5, അതായത് 1/2 ഇൻറ്റു 4/5, അത് 4/10 കിലോഗ്രാം എന്ന് പറയും. 4/10 സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെയാണ്?
2/5 കിലോഗ്രാം. അതായത് ഇപ്പോൾ 4നെയും 10നെയും 2 കൊണ്ട് ഡിവിസിബിളാണ്. അപ്പോൾ 2/5 കിലോഗ്രാം ആണ് ഒരു ചെറിയ പീസിന്റെ വെയിറ്റ്. 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. അപ്പോൾ 2/5 ഇൻറ്റു 1000 ഗ്രാം എന്ന് കിട്ടും. നമ്മളോട് ആൻസർ ഇൻ ഗ്രാമും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര ഗ്രാം ആണെന്ന് ചോദിച്ചാൽ കിലോഗ്രാമിനെ ഗ്രാമാക്കാൻ 1000 കൊണ്ട് ഗുണിക്കണം. ഇപ്പോൾ ഈ 2000/5 ഗ്രാം എന്ന് കിട്ടും. അതായത് 400 ഗ്രാം ആണ് ഒരു കഷ്ണം തണ്ണിമത്തൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അത് 5-2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 400 ഗ്രാം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.